എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോകളിൽ കൂടി നമ്മൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന ബലിക്കല്ലുകളെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ക്ഷേത്രങ്ങളിലെ കൊടിമരത്തെക്കുറിച്ച് നോക്കാം. 3 ഭാഗങ്ങളുള്ള വീഡിയോ പരമ്പരയുടെ 1ാമത്തെ ഭാഗമാണ് ഇത്. ഈ വീഡിയോ മുഴുവനുമായി കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു. എന്താണ് കൊടിമരം അഥവാ ധ്വജസ്തംഭം? കൊടിമരത്തിൻ്റെ ധർമ്മം എന്താണ്? ഒരു ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം ഭക്തനെ സ്വാഗതം ചെയ്യുന്നത് ക്ഷേത്ര തിരുമുറ്റത്തെ കൊടിമരമായിരിക്കും. കൊടിമരം കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ കാണാവുന്നതാണ്. അനവധി ചെറിയ ക്ഷേത്രങ്ങളിലും കൊടിമരം കാണാനാകും. എന്നാൽ ഉത്സവത്തിന് മാത്രമായി കൊടിമരം പ്രതിഷ്ഠിക്കുന്നതും അത് കഴിഞ്ഞാൽ എടുത്തുമാറ്റുന്ന ക്ഷേത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള ചില ക്ഷേത്രങ്ങളിലും കൊടിമരം നമുക്ക് കാണാം. എന്നാൽ കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലെ കൊടിമരത്തിൻ്റെ വലിപ്പവും ആകൃതിയും കേരളത്തിന് അകത്തുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. എന്താണ് ഈ കൊടിമരം? എന്തിനാണ് ക്ഷേത്രങ്ങളിൽ കൊടിമരം പ്രതിഷ്ഠിക്കുന്നത് എന്നറിയാവുന്നവർ വളരെ ചുരുക്കമായിരിക്കും. നമുക്ക് കൊടിമരത്തിൻ്റെ പ്രാധാന്യവും ഘടനയും ഒന്ന് മനസ്സിലാക്കാം. മനുഷ്യ ശരീരത്തിലെ നട്ടെല്ല് പോലെയാണ് ക്ഷേത്രത്തിന് കൊടിമരം. ക്ഷേത്രത്തിൻ്റെ അകത്തെ ബലിവട്ടത്തെ സൂക്ഷ്മ ശരീരമായും പുറത്തെ ബലിവട്ടത്തെ സ്ഥൂല ശരീരമായും കണക്കാക്കുന്നുവെന്ന് നമ്മൾ ബലിക്കല്ലുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ക്ഷേത്രമാകുന്ന ശരീരത്തിൻ്റെ നട്ടെല്ലായാണ് കൊടിമരത്തെ സങ്കല്പിക്കുന്നത്. ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കൊടിമരം അല്ലെങ്കിൽ ധ്വജസ്തംഭം സ്ഥാപിക്കുന്നത് ആഗമശാസ്ത്രങ്ങളിലും വാസ്തുശാസ്ത്രത്തിലും കാണപ്പെടുന്ന കർശനമായ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. അതിൻ്റെ ആവശ്യകത, സ്ഥാനം, അളവുകൾ, കൊടിമരത്തിന് വേണ്ട വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രത്യേക മാനദണ്ഡങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ധ്വജാരോഹണം അല്ലെങ്കിൽ കൊടിയേറ്റം ഉൾപ്പെടെയുള്ള വിപുലമായ വാർഷിക ഉത്സവങ്ങൾ, അതായത് ഉത്സവങ്ങൾ അല്ലെങ്കിൽ ബ്രഹ്മോത്സവങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങൾക്ക് ഒരു കൊടിമരം അത്യാവശ്യമാണ്. ഉത്സവത്തിൻ്റെ ഔദ്യോഗിക ആരംഭത്തെയാണ് കൊടിയേറ്റം സൂചിപ്പിക്കുന്നത്. കൂടാതെ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ സ്വർഗീയ ദേവന്മാരെ ക്ഷണിക്കുവാനും ഇത് സഹായിക്കുന്നു. കൊടിമരമില്ലാത്ത ക്ഷേത്രങ്ങൾ സാധാരണയായി ഇത്തരം പ്രധാന ഉത്സവങ്ങൾ നടത്താറില്ല. അല്ലെങ്കിൽ ഉത്സവത്തിന് മുൻപ് താൽക്കാലികമായി ഒരു കൊടിമരം സ്ഥാപിക്കുന്നു. ശൈവ അല്ലെങ്കിൽ വൈഷ്ണവ ആഗമ പാരമ്പര്യങ്ങൾ പാലിക്കപ്പെടുന്ന ക്ഷേത്രങ്ങൾ കൊടിമരത്തിൻ്റെ ഒരുക്കം, ആചാരങ്ങൾ, സ്ഥാപിക്കൽ എന്നിവയ്ക്ക് പ്രത്യേക നിയമങ്ങൾ വിധിച്ചിട്ടുണ്ട്. കൊടിമരം ആത്മീയമായ ഒരു ആന്റിനയായി വർത്തിക്കുകയും മുകളിൽ നിന്ന് ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രപഞ്ചോർജ്ജത്തെ എത്തിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊടിമരം എപ്പോഴും ക്ഷേത്രത്തിൻ്റെ മധ്യ അച്ചുതണ്ടിൽ പ്രതിഷ്ഠിക്കുന്നു. കൂടാതെ ദേവനെ നേരിട്ട് അഭിമുഖീകരിച്ച് നിൽക്കുന്നു. ഇത് ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കാനും ക്ഷേത്രത്തിൻ്റെ നട്ടെല്ല് കണക്കെ ശരീരത്തെ പ്രതിനിധീകരിക്കാനും ദേവന്റെ വാഹനത്തെ മുകളിൽ പ്രതിഷ്ഠിക്കാനും സഹായിക്കുന്നു. പ്രാണായാമത്തിലൂടെ ശരീരത്തിലെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതിൻ്റെ പ്രതീകവുമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ക്ഷേത്രം നിൽക്കുന്ന ആ പ്രദേശത്തെ മിന്നലിൽ നിന്നും രക്ഷിക്കുന്നത് ഈ കൊടിമരമാണ്. മിന്നൽ രക്ഷാചാലകത്തിൻ്റെ ഗുണമാണ് കൊടിമരം നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്ര കൊടിമരത്തേക്കാൾ ഉയർന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ തീപിടിക്കുമെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കൊടിമരത്തെ ക്ഷേത്രമാകുന്ന ശരീരത്തിൻ്റെ നട്ടെല്ലായാണ് കരുതിപ്പോരുന്നത്. കൊടിമരത്തിൻ്റെ ചുവട് ഉറപ്പിച്ചിരിക്കുന്നത് ക്ഷേത്ര ശരീരത്തിൻ്റെ അരക്കെട്ടിലാണ്. അവിടെ നിന്നും അമ്പലത്തിൻ്റെ അടിയിലൂടെ ശ്രീകോവിലിൻ്റെ മധ്യത്തിൽ ദേവബിംബം വരെ പോകേണ്ടതാണിത്. എന്നാൽ കാണത്തക്ക വിധം ഗണിതശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെ ഇത് നിവർത്തി നിർത്തിയിരിക്കുന്നുവെന്ന് മാത്രം. കൊടിമരത്തിന് മുകളിലായി അതാത് ക്ഷേത്രങ്ങളിലെ ദേവന്റെ വാഹനമാണ് ഉറപ്പിച്ചിരിക്കുക. കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായി മുകളിൽ കൊടിക്കൂറയും കാണാം. ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിന് പിന്നിലും ഒരു രഹസ്യമുണ്ട്. കുണ്ടലിനി ശക്തിയാവുന്ന കൊടിക്കൂറയെ പ്രാണായാമത്തിലൂടെ ചൈതന്യ ശൃംഗത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ പ്രതീകമാണ് കൊടിയേറ്റം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയുടെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കും.